സാലിം മുഹമ്മദ്, എന്തൊക്കെയാണ് കോടതിയിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി ചേർത്ത് ഇതിൻ്റെ പുതിയ അപ്ഡേഷൻ, സിദ്ദീഖിനെ സംബന്ധിച്ചുള്ള സൂചനകളടക്കം പെട്ടെന്ന്? അജിംഷാദ്, കോടതിയിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ തന്നെ കോടതി കടുത്ത വിമർശനം ഇക്കാര്യത്തിൽ സിദ്ദീഖിനെതിരെ ഉന്നയിക്കുകയും ചെയ്തു. സിദ്ദീഖ് ഉന്നയിച്ച പല വാദങ്ങളും കോടതി തള്ളി. ഒടുവിൽ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്ന് തീരുമാനിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. ഇനി സിദ്ദീഖിന്റെ നടപടികളിലേക്ക് പോയാൽ, സിദ്ദീഖ് ഇപ്പോൾ ഒളിവിലാണ്. നമ്മളൊക്കെ അറിയുന്നത് പോലെ തന്നെ സിദ്ദീഖ് ഇപ്പോൾ കാണാനില്ല എന്നുള്ളതാണ് വസ്തുത. അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, കാറ് വീട്ടിൽ ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട്, 2 വീട്ടിലും ആളില്ല. അയാൾ രാവിലെ രാത്രിയോടെ നെടുമ്പാശ്ശേരി ഭാഗത്ത് കണ്ടവരുണ്ട്, അവിടെ ഒരു ഹോട്ടലിലെത്തി, അതിനുശേഷം മടങ്ങി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ പോലീസ് പരിശോധന നടത്തിയിരുന്നു. മറ്റൊരു ഹോട്ടലിൽ നെടുമ്പാശ്ശേരിക്ക് സമീപം പോലീസ് എത്തിയിരുന്നു. കൊച്ചിയിലെ ചില ഹോട്ടലുകളിലൊക്കെ പരിശോധന നടത്തി. ഡ്രൈവറുടെ അടക്കം വീടുകളിൽ പോലീസ് എത്തി, ബന്ധുവീടുകളിലൊക്കെ പോലീസ് എത്തി അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പൊ ഇന്ന് രാത്രിക്കുള്ളിൽ അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്നുള്ള നിലപാടിലാണ് അന്വേഷണ സംഘം. പക്ഷെ സിദ്ദീഖിന് 2 വഴി സിദ്ദീഖ് തേടുന്നുണ്ട്. ഒന്നുകിൽ കീഴടങ്ങുക എന്നുള്ളതായിരിക്കും സിദ്ദീഖ് ഒരു വഴി, അല്ലെങ്കിൽ ഒളിവിൽ തന്നെ കഴിഞ്ഞുകൊണ്ട് മുൻകൂർ ജാമ്യം സുപ്രീം കോടതിയെ സമീപിക്കുക എന്നുള്ളത്. അപ്പൊ അതിൽ ഏതാണ് സിദ്ദീഖ് തിരഞ്ഞെടുക്കുക എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത കുറവുണ്ട്. സിദ്ദീഖിന്റെ മകൻ അല്പം മുമ്പ് സിദ്ദീഖിന്റെ അഭിഭാഷകന്റെ ഓഫീസിലെത്തി മടങ്ങിയിട്ടുണ്ട്. അതെന്തായിരുന്നു ആ കൂടിയാലോചനയുടെ തീരുമാനം എന്ന് നമുക്ക് വ്യക്തതയില്ല. ഏതായാലും അടുത്ത നടപടിയിലേക്ക് കടക്കുന്നു എന്ന് നമുക്ക് ആ സന്ദർശനം കൊണ്ട് അനുമാനിക്കാം. എന്താണ് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കം തന്നെയായിരിക്കും നടത്തുക. അതിന് സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് മുൻപ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരായി ഒരു കീഴടങ്ങൽ ഉണ്ടാവുമോ, അതോ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാനാണോ എന്ന് സംബന്ധിച്ച് ഇപ്പോഴൊരു വ്യക്തതയില്ല. പക്ഷെ ചില കേന്ദ്രങ്ങൾ, SIT-യുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് അയാളുടെ കീഴടങ്ങൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ്. അതായത് ഒന്നിൽ തിരുവനന്തപുരത്ത് SIT-യുടെ ഓഫീസിൽ, അല്ലെങ്കിൽ കൊച്ചിയിൽ ഇന്ന് വൈകിട്ടോടുകൂടി എത്തും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഇരിക്കുന്നത്. കാരണം അങ്ങനെ ചില സൂചന ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നവർ പറയുന്നുണ്ട്. അത് പൂർണ്ണമായി മുഖവിലേക്ക് എടുക്കേണ്ടതില്ല, പക്ഷെ അങ്ങനെ അവർ അവകാശപ്പെടുന്നുണ്ട്. എങ്കിലും അവർ സമാന്തരമായി ലോക്കൽ പോലീസിന്റെ സഹായത്തോടെ പരിശോധനകളും അന്വേഷണങ്ങളും തുടരുകയുമാണ്. തീർച്ചയായും സമഗ്രമാണത്. കാരണം ഏത് നിമിഷവും സിദ്ദീഖ് കീഴടങ്ങിയേക്കാം, അല്ലെങ്കിൽ കീഴടങ്ങിയില്ലെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ്. പക്ഷേ SIT പറഞ്ഞത്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പറയുന്നത് വളരെ പ്രസക്തമാണ്. കാരണം ഏത് നിമിഷവും സിദ്ദീഖ് കീഴടങ്ങിയേക്കാം എന്ന സൂചന കൂടി അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ് സാലിം മുഹമ്മദ് പറഞ്ഞത്.